السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 117-ാമത്തെ ആയത്താണ് അല്ലേ. ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ മുശ്രിക്കുകളും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മേലെ ഉന്നയിച്ച ഒരു വാദത്തിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ് നമ്മൾ പറഞ്ഞു അല്ലേ. അള്ളാഹ്ക്ക് ഒരു സന്താനം ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്ന് മുശ്രിക്കുകളുടെ അവരുടെ വേറൊരു ഡിമാൻഡിനെ കുറിച്ച് സംസാരിച്ച് നമുക്ക് തുടങ്ങാം ഇൻഷാ അള്ളാ. 118 മുതൽ 120 വരെയുള്ള ആയത്തുകൾ വേറൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പം 118-ാമത്തെ ആയത്തെന്ന് പറയുന്നത് وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അറിവില്ലാത്തവർ ചോദിക്കുന്നു, അള്ളാഹു ഞങ്ങളോട് നേരിൽ സംസാരിക്കാത്തത് എന്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അടയാളമെങ്കിലും കൊണ്ടുവരാത്തത് എന്ത്? ഇവരിപ്പോൾ ചോദിക്കുന്ന പോലെ ഇവരുടെ മുൻഗാമികളും ചോദിച്ചിരുന്നു. ഇരുവിഭാഗത്തിന്റെയും മനസ്സുകൾ ഒരുപോലെയാണ്. തീർച്ചയായും അടിയുറച്ചു വിശ്വസിക്കുന്നവർക്ക് നാം തെളിവുകൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. വാക്കർത്ഥങ്ങൾ നോക്കാം. വഖാല, വ പ്ലസ് ഖാല. ഓക്കെ, വ ആൻഡ് എന്നുള്ള മീനിങ് ആണ്. ഖാല പറഞ്ഞു, അപ്പം പറയുകയും ചെയ്തു. അല്ലദീന യാതൊരുവർ, ലാ യഅലമൂന അവർക്ക് അറിയുകയില്ല. ലാ പ്ലസ് യഅലമൂന. ഞാൻ ഇപ്പൊ സ്പ്ലിറ്റ് എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇപ്പൊ അത് അറിയാവുന്നതുകൊണ്ട്. ലാ ഹർഫാണ്, യഅലമൂന ഫിഅലാണ്, ഫിഅൽ മുദാരി ആണ് അല്ലെ. യഅലമൂന എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ കർത്താവ് ആരാണ്? ഹും അല്ലെ. യഫഅലൂന പോലെ അവർക്ക് അറിയുകയില്ല, അവർ അറിയുകയില്ല. ലൗല, ലൗ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ലാ നോട്ട് എന്നുള്ള അർത്ഥം, നെഗറ്റീവ്. ഓക്കെ, എന്തുകൊണ്ട് ഇല്ല. യുക്കല്ലിമുന, യുക്കല്ലിമുന അവൻ ഞങ്ങളോട് സംസാരിക്കുന്നു. ഓക്കെ, യുക്കല്ലിമു എന്ന് പറയുന്നത് ഹുവ ആണ് കർത്താവ്. ഫസ്റ്റ് യഫഅലു ഫോമാറ്റ് ആണ് യുക്കല്ലിമു. ന എന്ന് പറയുമ്പോൾ ഞങ്ങൾ. ഓക്കെ, അപ്പം അവന് എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ചുകൂടാ. അള്ളാഹു, അള്ളാഹുവിന്, ഔ അല്ലെങ്കിൽ, തഅതീന ഞങ്ങൾക്ക് കൊണ്ടുതരാ. ഓക്കെ, അതാ യഅതി. ഓക്കെ, ഹംസ ത യ, അതാ യഅതി. അപ്പം തഅതീന ഞങ്ങൾക്ക് കൊണ്ടുതരാ. ഇവിടെ ത എന്ന് വന്നിരിക്കുന്നതിന്റെ കർത്താവ് ആക്ച്വലി ഹിയ ആണ്. ഓക്കെ, യഅതി തഅതി. യഅതി എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുതന്നു. തഅതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഅതീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നെത്തുക എന്നർത്ഥം, ഞങ്ങൾക്ക് നൽകപ്പെടുക എന്നൊക്കെ അർത്ഥം. ഇവിടെ ഹിയ എന്നുള്ള സബ്ജക്റ്റ് വരാൻ കാരണം എന്താ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലൈസത്തിൻ നസ്വാറ വഖാലത്തിൽ യഹൂദു എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ പേര് അല്ലെങ്കിൽ ഒരു ട്രൈബിന്റെ പേര്, ഒരു ജനതയുടെ പേര് പറയുമ്പോൾ അറബിയിൽ മോസ്റ്റ്ലി അത് ഷീ എന്നുള്ള, അവൾ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കപ്പെടുക. അപ്പം ഹിയ എന്ന സബ്ജക്റ്റുള്ള രീതിയിലാണ് ഈ ആയത്തുകൾ മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആയത്തുൻ ഒരു ദൃഷ്ടാന്തം, തീന ആയ. നെക്സ്റ്റ് കദാലിക അതുപോലെ, ഖാല പറഞ്ഞു, അല്ലദീന യാതൊരുവർ, മിൻ ഖബ്ലിഹിം ഇതിനു മുമ്പും. ഓക്കെ, അവർക്ക് മുമ്പും, ഖബ്ല് മുമ്പ്, ഹിം അവർക്ക്, മിസ്ല പോലെ, ഖൗലിഹിം അവരുടെ വാക്ക്, ഖൗല് വാക്ക്, ഹിം അവരുടെ. ഓക്കെ, തശാബഹത് സദൃശ്യമായി, ഒരുപോലെ തോന്നി. തശാബഹ ഷീൻ ബാഹ, നമ്മൾ മുമ്പ് ഇതുപോലെ ഒരു വാക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. തൂബിഹി മുതശാബിഹാത്ത്, സ്വർഗത്തിലെ ഫലങ്ങളെ കുറിച്ച്, ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അല്ലെ. അപ്പം തശാബഹത്, ഇവിടെയൊക്കെ ത ആദ്യം വരുന്നത് കാണാം. സബ്ജക്റ്റ് ഹിയ ആണ്, റീസൺ സെയിം ആണ് എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ,
ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ, ഖദ് ബയ്യന്ന, ഖദ് നിശ്ചയമായും, ബയ്യന്ന നാം വ്യക്തമാക്കിയിട്ടുണ്ട്, ബയ്യന, ഓക്കെ, ബയ്യന പ്ലസ് ന, ബയ്യന്ന, ഫഅൽന എന്ന് പറയുന്നത് പോലെ, ഓക്കെ, ബയ്യന്ന, ആമന്ന എന്നൊക്കെ പറയുമ്പം നാം എന്നുള്ള ആ ഒരു നെഹ്നു കർത്താവായിട്ട് വരുന്ന വേർബുകളാണ്. അൽ ആയാത്തി ദൃഷ്ടാന്തങ്ങളെ, ലിഖൗമിൻ ജനങ്ങൾക്ക്, യൂഖിനൂൻ ദൃഢമായി വിശ്വസിക്കുന്നവർക്ക്, യഖീൻ ഉള്ളവർക്ക്, ഓക്കെ. പുതിയ റൂട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഇതിൽ, എല്ലാം യുകല്ലിമുന, ഓക്കെ, കാഫ് ലാം മീം, കല്ലമ യുകല്ലിമു തക്ലീം, ആ ഒരു വാക്ക് മാത്രമേ പുതിയ റൂട്ടിൽ വരുന്നുള്ളൂ. തഫ്സീർ നോക്കാം. വഖാല ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവർ അല്ലേ, അവർ പറഞ്ഞു, ആരാണ്? വഖാല പറഞ്ഞു, അവൻ പറഞ്ഞു, അല്ലദീന യാതൊരുവർ, ലാ യഅലമൂന, ഓക്കെ. അവരുടെ ഖാല അല്ലദീന എന്ന് പറയുമ്പം എന്താണ്, ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരാളെയാണ് അവർ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വിശദീകരിക്കുന്നത്. അപ്പൊ അതൊരു സ്ഥിരം സ്റ്റൈൽ. അപ്പൊ ഖാല എന്ന് പറയുമ്പോൾ അത് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. അല്ലദീന ലാ യഅലമൂന എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവരിൽപ്പെട്ട ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം അതിനെ. അപ്പം അവർ പറഞ്ഞു, ലാ യഅലമൂന, എന്താണ്, അറിവില്ലാത്തവർ. ആരാണ് ഈ അറിവില്ലാത്തവര്? എന്തിനെ കുറിച്ചാണ് അവർക്ക് അറിവില്ലാത്തത്? ദീനിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച്, കിതാബുകളെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ. എന്താ അവർ പറഞ്ഞത്? ലൗലാ യുകല്ലിമുന അല്ലാഹ്, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കാത്തത്? യുകല്ലിമുന, കാഫ് ലാം മീം, കല്ലമ യുകല്ലിമു തക്ലീം, സംസാരിക്കുക, സംഭാഷണം നടത്തുക. നമ്മൾ ആരെങ്കിലും ഒരാളെ അഡ്രസ് ചെയ്തിട്ട് അല്ലെ, നമ്മളോട് അഡ്രസ് ചെയ്തിട്ട് സംസാരിക്കുക, അതിനൊക്കെയാണ് കല്ലമ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കാത്തത്? അള്ളാഹു നമ്മളോട് ഡയറക്റ്റ് എന്താ സംസാരിക്കാത്തത്? അവരുടെ ചോദ്യമാണ്. ഔ, തുടർന്ന് അല്ലെങ്കിൽ, തീന ആയ, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ആയത്ത്, ദൃഷ്ടാന്തം കൊണ്ടുവരുന്നില്ല, ഒരു മിറാക്കിള്, ഒരു മുഅ്ജിസ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? തീന, ഹംസ, ത യ, അത യതി, കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? അവരുടെ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നേരിട്ട് സംസാരിക്കാത്തത്? എന്താണ് ഞങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവായിട്ട് അത്ഭുതങ്ങളൊന്നും കൊണ്ടുവരാത്തത്? മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇതുപോലെ പല കാര്യങ്ങളും, അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പല ന്യായീകരണങ്ങളും, പല ചോദ്യങ്ങളും, പല ഡിമാൻഡുകളും അവർ വെക്കുമായിരുന്നു. ഇന്നത് സംഭവിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം, അങ്ങനെയൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം, ഇത് കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം, അല്ലേ? അതുപോലെ അവരുടെ ഒരു ഡിമാൻഡായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് സംസാരിക്കട്ടെ, നേരിട്ട് സംസാരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പം ഒരു രാജ്യത്തിലെ പൗരന്മാരാണ്, അല്ലെ? നമ്മളടുത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ നേരിട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം. അപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ റോഡിലാണെങ്കിൽ ഹൈവേയിൽ ഇത്ര കിലോമീറ്ററിന്റെ മുകളിൽ വണ്ടി ഓടിക്കാൻ പാടില്ല, അവിടെ എഴുതിയിട്ടുണ്ടാവും. വണ്ടി ഓടിക്കുന്നവർക്ക് ആ നിയമം അറിയുകയും ചെയ്യാം. എന്നാൽ ഒരാൾ പറയാണ്, ഇല്ല ഇല്ല, ഞാൻ ഇതൊന്നും അനുസരിക്കൂല, പ്രസിഡന്റ് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറയട്ടെ, നേരിട്ട് വന്ന്, അല്ലെങ്കിൽ മൂപ്പരുള്ള സ്ഥലത്തേക്ക് എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയട്ടെ. അങ്ങനെ ഒരാൾ പറഞ്ഞ അയാളോട് നമ്മൾ എന്താ പറയാ? അല്ല, എന്താ ഇപ്പൊ എന്റെ വിചാരം, അല്ലെ? നീ ആരാന്നാ നിന്റെ വിചാരം? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ലോകത്ത് തന്നെ നിയമങ്ങൾ നടപ്പാക്കുന്നത് ഓരോരുത്തരുടെ അടുത്തും നേരിട്ട് പോയി പറഞ്ഞിട്ടൊന്നുമല്ല. പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും സുപ്രീം കോർട്ട് ആണെങ്കിലും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം വരുമ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. സുബ്ഹാനല്ലാഹ്, അല്ലെ? അള്ളാഹ് നേരിട്ട് പറയട്ടെ എന്നാലേ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കാണിച്ചിട്ടെ എന്നാലേ വിശ്വസിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എല്ലാം നമ്മളെ അറിയിച്ചിട്ടുണ്ട്, അല്ലേ? ആൻഡ് നമ്മൾ വെറും ഒരു സാധാരണ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിസ്സാരമായ സൃഷ്ടികളായ മനുഷ്യരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹ് നമുക്ക് നിയമം അയച്ചിട്ടുണ്ട്, നമ്മൾ ഫോളോ ചെയ്തോളാം. അല്ലാതെ അള്ളാഹ് വന്ന് പറഞ്ഞാലേ ചെയ്തോളൂ എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്താണ്, അല്ലേ? അപ്പൊ ആരെങ്കിലും ലൗലാ യുകല്ലിമുന അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവൻ എത്രത്തോളം വിഡ്ഢിയാണ്, അറിവില്ലാത്തവനാണെന്നുള്ളതിന്റെ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. ഔ തഅ്തീന ആയ, എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹു ഒരു അത്ഭുതം ഒന്നും നമ്മളെ മുമ്പിൽ കാണിക്കാത്തത്, ഒരു മുഅ്ജിസത്തൊന്നും കാണിക്കാത്തത്?
നമുക്കറിയാം എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പല മുഅ്ജിസത്തുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ. മൂസ അലൈഹി ഇസ്ലാമിന് വടി കൊടുത്തിട്ടുണ്ടായിരുന്നു, പാമ്പാകുന്ന. ഈസ അലൈഹി ഇസ്ലാമിന് ഒരുപാട് അല്ലേ, രോഗികളെ രോഗം മാറ്റുന്നതും അതുപോലെയുള്ള ഒരുപാട് മിറാക്കിൾസ്, ഒരുപാട് മുഅ്ജിസത്തുകൾ ഈസ അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത മുഅ്ജിസത്ത്? ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ, അതിന്റെ മെയിൻ ആയിട്ടുള്ള മുഅ്ജിസ എന്താ? ഖുർആൻ അല്ലേ. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവുമാണ്, അതിനകത്തൊരു മുഅ്ജിസത്തുമാണ്. സന്ദേശം മുഅ്ജിസത്തും കൂടെ ഒന്നിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. മറ്റു പ്രവാചകന്മാർക്കും സന്ദേശം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് കൊടുത്ത സന്ദേശങ്ങളൊന്നും അല്ലെ, അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഒന്നും മുഅ്ജിസത്തായിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത സന്ദേശം തന്നെ മുഅ്ജിസത്തായിരുന്നു. ഖുർആൻ ഓതുകയാണെങ്കിൽ, ഖുർആന്റെ ആഴത്തിലേക്ക്, ഖുർആന്റെ വാക്കുകളിലേക്ക് അല്ലെ, അർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, അതിന്റെ ഭംഗി കാണുകയാണെങ്കിൽ, അതിന്റെ ഭാഷ കാണുകയാണെങ്കിൽ, അതിന്റെ ഒരു എലക്വൻസ് ഉണ്ട് അല്ലെ, അത് എന്താ പറയാ, ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും, അതിന്റെ ഒരു ഒഴുക്കാണെങ്കിലും എല്ലാം എന്താണ്, ശരിക്കുള്ള മിറാക്കിൾ തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നവർക്ക് അത് ശരിക്കും അറിയാവുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ് അല്ലെ. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സത്യങ്ങളും, ഓരോ എന്താ പറയാ, ഫാക്റ്റുകളും, ഓരോ ഹിക്മത്തുകളും സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മൾ തേടി നടക്കുന്ന പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ ഖുർആനിൽ നിന്ന്. നമ്മളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം അത് നമ്മൾ എവിടെയും അപ്ലൈ ചെയ്തിട്ടോ അല്ലെ, ഒരു സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചിട്ടോ ഒന്നുമല്ല. നമ്മളെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടുകയാണ്. അത്ഭുതമല്ലേ അതല്ലേ. സുബ്ഹാനല്ലാഹ്. അതോ ഈ പരിഹാരം എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയതാണ്. 1400 കൊല്ലം മുമ്പെന്ന് പറയുന്ന ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് അല്ലേ. ആളുകളുടെ ഇംപ്രൂവ്മെന്റ്, അഡ്വാൻസ്മെന്റ്, ജീവിത രീതി എല്ലാം ഡിഫറെന്റ് ആണ്. എന്നിട്ടും അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എല്ലാം എല്ലാം എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. അതിനി എത്ര കൊല്ലം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അന്ന് അറേബ്യൻ സമൂഹത്തിനോട്, മക്ക മുശ്രിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നും ഏത് ടൈപ്പ് ജനവിഭാഗം ആയിക്കോട്ടെ, ഏത് നാട്ടിലുള്ളതായിക്കോട്ടെ, ഏത് ആദിവാസികളായിക്കോട്ടെ, ഏത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രിയിലെ ആൾക്കാരായിക്കോട്ടെ, അത് ആപ്ലിക്കബിൾ ആണ്. അതൊരു മോചിസത്തല്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും പുറമെ അന്ന് അത് എങ്ങനെ ഇറക്കിയോ അതേപോലെയാണ്, അതേപോലെ ഒരു ഹർക്കത്തിന് വ്യത്യാസം ഇല്ലാണ്ട്. സുബ്ഹാനല്ലാഹ്, മോചിസത്തല്ലേ. എത്രയോ ആളുകളെ ഇത് മാറ്റിമറിക്കുന്നുണ്ട്, ഖുർആനും ഖുർആനിലുള്ള സന്ദേശങ്ങളും. സുബ്ഹാനല്ലാഹ്. എത്രയോ ആൾക്കാരുടെ ഹൃദയങ്ങൾക്ക് ചേഞ്ച് വരുത്തുന്നുണ്ട് അല്ലേ. പലരും പലതും കേട്ടിട്ടും പലതും അറിഞ്ഞിട്ടും മാറാത്തത് ഖുർആൻ, അതും ഇത്ര വിശദമായിട്ടൊന്നും കേൾക്കാതെ ഖുർആൻ ജസ്റ്റ് കേട്ടിട്ട് മാറിയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഓതുന്നത് കേട്ടിട്ട് മാറിയ ഒരുപാട് കഥകൾ നമുക്ക് ആദ്യത്തെ സമൂഹത്തിൽ നിന്നും അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് ഖുർആൻ ജസ്റ്റ് കേട്ടിട്ട് മാറിയ ആളുകൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള മാറ്റത്തിനെ കുറിച്ച് പറയുകയും വേണ്ട അല്ലെ. സുബ്ഹാനല്ലാഹ്. വാക്കുകൾ മാത്രമാണത്, വേറെ ഒരു മാജിക്, മന്ത്രം, മായാജാലം ഒന്നും കാണിക്കുന്നില്ല. അള്ളാന്റെ വാക്കുകളുടെ പവറാണത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ടും അവരെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും അല്ലെ, നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന, സുബ്ഹാനല്ലാഹ്, മൂസ അലൈഹി ഇസ്ലാമിന് കൊടുത്ത വടി പോലെ, ഈവൻ അതുപോലെയുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചന്ദ്രന് സ്പ്ലിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുറിവോ, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇൻസെക്ട്, അതൊരു തേളോ വണ്ടോ അല്ലെങ്കിൽ എട്ടുകാലി പോലെയുള്ളത് കടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മാറിപ്പോണത്. സുബ്ഹാനല്ലാഹ്. വേറൊരു അവസരത്തിൽ, വെള്ളമില്ലാത്തൊരു അവസരത്തിൽ ഒരു ബൗള് വെള്ളം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനകത്ത് കൈയിട്ടപ്പം വെള്ളം ഇങ്ങനെ ഒഴുകി എല്ലാവർക്കും വുളു എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വിശ്വസിക്കേണ്ട, അതുകൊണ്ട് ഇതിനൊന്നും ഒരു അത്ഭുതമായിട്ട് കാണുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായത് എന്തെങ്കിലും കാണിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് കദാലിക, അപ്രകാരം തന്നെ, അതേപോലെ ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. യാതൊരുവർ അവരുടെ മുൻപ് ഉണ്ടായിരുന്നോ അവരും പറഞ്ഞിട്ടുണ്ട്. മിസ്ല ഖൗലിഹിം, മിസ്ൽ എന്ന് പറഞ്ഞാൽ പോലെയുള്ള, ഖൗലിഹിം അവരുടെ വാക്കുകൾ, അതായത് അവരുടെ വാക്കുകൾ പോലെയുള്ള വാക്കുകൾ
അവരുടെ മുമ്പും, അതായത് ഇത് മക്കയിലെ മുശ്രിക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ അവരുടെ മുമ്പും അറിവില്ലാത്ത ആൾക്കാർ ഇമാതിരി വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഡിമാൻഡുകളൊക്കെ അവരും വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ? ബനു ഇസ്രായേലിന്റെ കാര്യം നമ്മൾ കണ്ടു. ലൗലാ യുകല്ലിമുന അല്ലാഹ്, അതുപോലത്തെ എന്തെങ്കിലും ഒരു ഡിമാൻഡ് അവർ വെച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൊന്നുമില്ല മൂസ, അള്ളാഹുവിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നേരിട്ട് കാണുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ് തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങള് ഒരേപോലെയാണ്. തശാബഹത്, ഷീൻ ബഹ, എന്തെങ്കിലും രണ്ട് കാര്യം ഒരേപോലെ ആയിരിക്കുന്നതിനാണ് തശാബഹത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരുപോലെ ആയിരിക്കാന്ന് വെച്ചാൽ, ചിലപ്പം പ്രത്യക്ഷത്തിൽ, കാഴ്ചയിൽ, അതിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരേപോലെ ആയിരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ആ ഫ്രൂട്ട്സിന്റെ കാര്യം, സ്വർഗത്തിലെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ വെച്ച് ഫ്രൂട്ട്സ് കാണുമ്പോൾ നമ്മൾ പറയും ഇതേപോലത്തത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങള് ഒരേപോലെയാണ്. ഖുലൂബ് ഖൽബിന്റെ പ്ലൂറല്. അതായത് മുമ്പുള്ള ആളുകള് ഇതുപോലെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അവരിതുപോലുള്ള ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്, അതേ ഡിമാൻഡാണ് ഇപ്പോഴും വരുന്നത്. കാലം എത്ര പോയി കഴിഞ്ഞാലും ആളുകളുടെ ചിന്തയിൽ വലിയ മാറ്റമൊന്നും വരൂല. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും തമ്മിൽ തന്നെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? വലിയ വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം കുറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയും കാലത്തിനിടക്കും ആൾക്കാരുടെ ചിന്തയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പറയും ഇത് ഈ കാലഘട്ടമൊക്കെ ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് കാലല്ലേ, ഈറ്റ വെഡിത്തം നിങ്ങൾ പറയല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്നാൽ ഇന്നും ആളുകൾ പറയുന്ന ക്ലെയിം, അവകാശങ്ങളും ഡിമാൻഡ്സും ഒക്കെ ഇതൊക്കെ തന്നെയാണ് അല്ലെ? ഇന്നും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചോദ്യം ചെയ്യല്, ഇന്നും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ പണ്ട് ചെയ്തതുപോലെ തന്നെ അതിന്റെ വേറൊരു വെറൈറ്റി സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആളുകൾ ഇനി എത്ര മോഡേൺ ആണ്, എത്ര അഡ്വാൻസ്ഡ് ആണ്, എത്ര തന്നെ കാര്യങ്ങൾ ദുനിയാവിൽ കണ്ടുപിടിച്ചെന്ന് വെച്ചാലും, എത്ര ഫിസിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് വെച്ചാലും അവരുടെ ചിന്തക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് തശാബഹത് ഖുലൂബുഹും. ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിനെയും മക്ക മുശ്രിക്കുകളെയാണ് കമ്പയർ ചെയ്തതെങ്കിലും ഇവർ രണ്ടുപേരും പോലെയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെയും ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇതന്നെ വലിയൊരു മിറാക്കിൾ അല്ലേ അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്താണെന്ന്, അവരെന്താ ചിന്തിക്കാന്ന് അല്ലെ? അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു വെച്ചത് ഇന്നത്തെ നമ്മളോടും കൂടെയാണ്. അപ്പം ഇന്നും ഇതൊക്കെ തന്നെയാണ് നടക്കാന്ന് അള്ളാഹ്ക്ക് അറിയാം. സുബ്ഹാനല്ലാഹ്. ഇതിലും വലിയൊരു സത്യത അല്ലെങ്കിൽ മിറാക്കിളായിട്ട് ഖുർആനിൽ എന്താ വേണ്ടത് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ് ഖദ് ബയ്യന്ന, നിശ്ചയമായും നാം അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബയ്യന്ന, ബയാനൂൻ, ബയാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയ്യന, ബയാൻ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആക്കുക. അപ്പം നാം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങൾ, എന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ആർക്കാണ്? ലിഖൗമി യൂഖിനൂൻ, യഖീനുള്ള മനുഷ്യന്മാർക്ക്, യഖീനുള്ള ആളുകൾക്ക്. യൂഖിനൂൻ, യാഖാഫ്നൂൻ, ഒരു ദൃഢത ഉണ്ടായിരിക്കാം, യഖീൻ ഉണ്ടായിരിക്കാം. അപ്പം ദൃഢതയുള്ളവർക്ക് സുബ്ഹാനല്ലാഹ് അവര് കാണും, ഈ അടയാളങ്ങളൊക്കെ അവര് കാണും, ഈ അത്ഭുതങ്ങളൊക്കെ അവര് കാണും, ഈ മുഅ്ജിസത്തുകളൊക്കെ അവര് കാണും. അതൊക്കെ അവരുടെ കണ്ണിന് മുമ്പിൽ നല്ല തെളിവുള്ളതായിരിക്കും. സുബ്ഹാനല്ലാഹ്. യഖീൻ ഉള്ളവർക്ക് ഇമാതിരത്തെ ഒരു ഡിമാൻഡിന്റെയും ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാടുണ്ട്. ഇവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഫിസിക്കൽ മിറാക്കിൾസ്, അതായത് ചന്ദ്രനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ കണ്ടവരൊന്നും അല്ല അല്ലെ? കുറച്ച് ആളുകൾ കണ്ടവരുണ്ട് സുബ്ഹാനല്ലാഹ്. പക്ഷേ ഒരു മെജോറിറ്റി ആളുകളും ഇത് കണ്ടവരല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലെ? പക്ഷേ വിശ്വസിക്കുന്നുണ്ട്. എന്താ അവരെ വിശ്വസിപ്പിക്കുന്നില്ല? എന്താ നമ്മളെ വിശ്വസിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സന്ദേശത്തിലുള്ള സത്യത. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ അത്ഭുതം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊന്നും കളവായിരുന്നില്ല. ഖുർആൻ കേട്ടപ്പോൾ അതില് സത്യമാണുള്ളതെന്ന് വിശ്വസിച്ച ആളുകളാണ്.
അപ്പം യഖീനുള്ള ആളുകൾക്ക് എല്ലാത്തിലും അത്ഭുതങ്ങൾ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ യഖീൻ കൂടുന്തോറും നമുക്ക് നമ്മുടെ ചുറ്റുപാടും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഓരോ കുഞ്ഞി കാര്യത്തിലും അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണാൻ പറ്റും. മിറാക്കിൾസ് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ സൃഷ്ടികളെയും ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു അത്ഭുതം ഉണ്ട് അല്ലേ? അള്ളാഹിന്റെ ദൃഷ്ടാന്തമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിന്റെ ദൃഷ്ടാന്തമുണ്ട്. ഒരു മഴ നമ്മളെ മേലേക്ക് വീഴുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലേ, സുബ്ഹാനല്ലാഹ്, ആകാശത്ത് നിന്ന് അങ്ങനെ വീഴുകയാണ് അല്ലേ. എന്നാൽ ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് പെയ്യാതിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അളവ് കുറച്ചും കൂട്ടിയും വരുന്നുണ്ട് അല്ലേ. എല്ലാ പ്രാവശ്യവും ഒരേപോലെയല്ല. ഹെവി ഹെവി വാട്ടർ ഡ്രോപ്സ് ഉള്ള മഴകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ചിലത് ലൈറ്റ് ഡ്രോപ്സ് ആയിരിക്കും. അതൊക്കെ കാലാവസ്ഥ അത് ഡിറ്റക്ട് ചെയ്യുന്ന ആളുകൾ അതിനുശേഷം ഇത്ര സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പം ആ വെള്ളത്തിന്റെ ഡ്രോപ്പിന്റെ ഹെവിനെസ്സിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. മഞ്ഞ് വീഴുന്നുണ്ട്, ആലിപ്പഴം വീഴുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വെള്ളം അല്ലേ നീരാവിയായിട്ട് പോണു, അത് അവിടുന്ന് മേഘമാവുന്നു, മേഘം ഉണ്ടായിട്ട് അത് മൂവ് ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ മഴ പെയ്യേണ്ടത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര സമയമാണോ മഴ പെയ്യേണ്ടത് അവിടെ പെയ്യിക്കുന്നു. എവിടെയാണോ പെയ്യേണ്ടാത്തത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വെക്കുന്ന. സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ അത്ഭുതങ്ങളില്ലേ? നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? മനുഷ്യന്മാർ മൊത്തം വിചാരിച്ചാൽ നടക്കുമോ? സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്വന്തം ശരീരം അല്ലേ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ദഹന സിസ്റ്റം, നമ്മുടെ ഹൃദയത്തിന്റെ ബ്ലഡിന്റെ പമ്പിങ് ഒരു നിമിഷം നിർത്താതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിന്ന് കഴിഞ്ഞാൽ നിന്നു അല്ലേ, നമ്മുടെ ജീവൻ അവിടെ നിലച്ച്. സുബ്ഹാനല്ലാഹ്. അത്ഭുതങ്ങൾ തന്നെയാണ് അല്ലേ. ഒരു കുട്ടി ജനിക്കുന്നത്, ഒരു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഇല്ലാതിരുന്ന കുട്ടി. സുബ്ഹാനല്ലാഹ്. എവിടെയാണ് കുട്ടീനെ ഒരു കുട്ടീനെ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇരുട്ടിലല്ലേ, ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത്. എന്നാൽ പുറത്തേക്ക് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് സ്കിൻ അല്ലേ, പെർഫെക്റ്റ് കണ്ണുകൾ, കുഞ്ഞു കണ്ണുകൾ, മൂക്ക്, മുടി, കൈ, കാല്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റൂല അല്ലേ. നമ്മളൊരു മാവ് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയാൽ പോലും സുബ്ഹാനല്ലാഹ് അവിടെ എത്തൂല. സുബ്ഹാനല്ലാഹ്. നമ്മളെ മനുഷ്യന്മാരെ എത്ര വലിയ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാലും നടക്കൂല. ആർക്കും ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്നതിനല്ലേ അത്ഭുതം എന്ന് പറയുന്നതില്ലേ. ഏതെങ്കിലും ഒരാൾ മെജീഷ്യനാന്ന് പറയുന്നത് എപ്പോഴാ? വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത് എന്തോ അവര് ചെയ്യുമ്പോഴാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതൊക്കെ അത്ഭുതങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്ഭുതങ്ങൾ ആരാണ് അത്ഭുതങ്ങൾ കാണുക? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ആരാ കാണുക? യഖീനുള്ള ആളുകള്, അള്ളാഹുവിലെ ഉറച്ച വിശ്വാസമുള്ള ആളുകൾ, അള്ളാഹുവിന്റെ പവറിൽ, അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ, അള്ളാഹുവിന്റെ ഇസ്സത്തില് സംശയമില്ലാത്ത ആൾക്കാരാണ്. അതെത്രത്തോളം നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമുക്ക് ചുറ്റുപാടും എല്ലാത്തിലും അത് കാണാൻ പറ്റും. എത്രത്തോളം നമ്മുടെ യഖീൻ കൂടുന്നോ അത്രത്തോളം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ സൃഷ്ടിപ്പിലും, ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിലും, ഓരോ കാര്യങ്ങൾ മാറി മറിയുന്നതിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണാൻ പറ്റും. അത് നമ്മുടെ യഖീൻ വീണ്ടും കൂട്ടും. വീണ്ടും യഖീൻ കൂടുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ആരും അതൊരു സ്പെഷ്യൽ സ്റ്റേഷനിൽ എത്തിയിട്ട് എനിക്കിപ്പം ഭയങ്കര യഖീനാന്ന് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. മരണം വരെ മുന്നോട്ട് കൂടിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് യഖീൻ. അപ്പൊ നമ്മളുടെ ചുറ്റുപാടും അത്ഭുതങ്ങൾ ഇങ്ങനെ പരന്ന് വെതറി കിടക്കുകയാണ്. അപ്പം നമുക്ക് ഒരു വടി കാണേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ, യഖീനുള്ളവർക്ക്, ശരിയായ വിശ്വാസമുള്ളവർക്ക്. അപ്പം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലേ. അവർക്ക് വടി പാമ്പാക്കിയിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് ഇറങ്ങി വന്നിട്ട് സംസാരിച്ചിട്ടോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല പുതിയ അത്ഭുതങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടോ ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത്ഭുതങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പേ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. കണ്ണ് തുറന്ന് നോക്കിയ, വിശ്വാസമുള്ള ഹൃദയം കൊണ്ട് നോക്കിയ, ചിന്തിച്ചു കഴിഞ്ഞ അത്ഭുതം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാ അല്ലെ. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് പല 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 കാര്യങ്ങളുമായിട്ട്, പ്രശ്നങ്ങളുമായിട്ട്, സ്റ്റക്കായിട്ട്, വിഷമിച്ചിട്ട്, കരഞ്ഞിട്ട്, പരാതി പറഞ്ഞ് ജീവിച്ചിരുന്ന നമ്മൾക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും അല്ലെ, അള്ളാഹുവിന്റെ ഖുർആന്റെ മിറാക്കിൾ അല്ലേ. സുബ്ഹാനല്ലാഹ്. എവിടെ നമ്മൾ 15 പേജിലോ 16 പേജിലോ എത്തിയിട്ടുള്ളൂ കഷ്ടിച്ച്. ഇനി 600 ചില്ലാനം പേജുകൾ ബാക്കിയാ.
സുബ്ഹാനല്ലാഹ്. എത്ര സയന്റിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും പൈസ കൊടുത്താലും എത്ര വലിയ ആൾക്കാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഖുർആനിലെ ചില വാക്കുകൾക്ക് മാത്രം നമ്മുടെ പല പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പറ്റി. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ഫോളോ ചെയ്യേണ്ട രീതിയിൽ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖങ്ങളും ഇല്ല, വിഷമങ്ങളും ഇല്ല. ശരിക്കും നമ്മളൊന്ന് എടുത്ത് വെയ് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മളുടെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഒരളവും ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയും സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയ അത്ഭുതമാണ് ഇതല്ലേ. സുബ്ഹാനല്ലാഹ്. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ. യഖീനുള്ള ആളുകൾക്ക് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വ്യക്തമാക്കിയിട്ട് എന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും അവര് ദൃഷ്ടാന്തങ്ങൾ കാണുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല യഖീനുള്ള ആളുകളുടെ കൂട്ടത്തിൽ, യഖീൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യത്തിന് കീഴൊതുങ്ങാത്തവര്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നവര്, അതിന് അത്ഭുതങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലും അള്ളാഹു നമ്മളോട് സംസാരിക്കണം എന്നുള്ളതുപോലെയുള്ള ഡിമാൻഡുകൾ വെച്ചിട്ടാണെങ്കിലും അവര് എന്താണ്? അറിവില്ലാത്തവരാണ്, വിഡ്ഢികളാണ്, ജാഹിലുകളാണ്. സുബ്ഹാനല്ലാഹ്. ലാ യഅലമൂൻ. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? വഖാലല്ലദീന ലാ യഅലമൂൻ. അവര് അറിവില്ലാത്ത ആൾക്കാരാണ് പറഞ്ഞത്. അല്ലേ? അപ്പം ഒരാള് സത്യത്തിന് മുമ്പിൽ കീഴൊതുങ്ങിയിട്ടില്ലെങ്കിൽ, സത്യം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന് അറിവില്ലാത്ത ആളാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആളുകൾ ഇതുപോലെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരിത്തിരി എന്താ പറയാ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിലെ പല റൂൾസിനെ അമുസ്ലിങ്ങളാവണമെന്നില്ല കേട്ടോ, മുസ്ലിങ്ങൾ തന്നെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഭയങ്കര ബുദ്ധിപൂർവ്വമുള്ള യുക്തിപൂർവ്വമായിട്ടുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ ഫോളോ ചെയ്യുന്നവരെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യോ, അതിലൊക്കെ എന്തെങ്കിലും കഥയുണ്ടോ, അത് പണ്ട് ആരോടോ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ വിചാരം അവര് ഭയങ്കര ഇന്റലിജന്റ് ആണ്, അല്ലെ? അവര് ഭയങ്കര എന്താ പറയാ ബുദ്ധിജീവികളാണെന്നാ. സുബ്ഹാനല്ലാഹ്. ജീനിയസ് ആണെന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിഡ്ഢികളാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. 119 ആയത്ത്. ഇന്നാ അർസൽനാക ബിൽഹഖ് ബശീറൻ വനദീറ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. നിസ്സംശയം നിന്നെ നാം സത്യസന്ദേശവുമായാണ് അയച്ചത്. ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി. അതിനാൽ നരകാവകാശികളെ പറ്റി നിന്നോട് ചോദിക്കുകയില്ല. നിശ്ചയമായും നാം അർസൽനാക റാസീൻ ലാം നിന്നെ നാം അയച്ചു ബിൽ ഹഖ് സത്യവുമായിട്ട്, യാഥാർത്ഥ്യവുമായിട്ട്, സത്യവും കൊണ്ട് എന്നൊക്കെ അർത്ഥം. ബഷീറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട്, വനദീറൻ താക്കീത് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടും, വലാ തുസ്അൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതല്ല, അൻ അൻ അസ്ഹാബ് ആൾക്കാരെ പറ്റി, അസ്ഹാബ് അല്ലെങ്കിൽ അതിന്റെ കൂട്ടുകാരെ പറ്റി, അൽ ജഹീം നരകത്തിന്റെ, ജീം ഹ മീം. ഓക്കെ, ജഹീമും നദീറുമാണ് ഇതിലെ പുതിയ റൂട്ടുകൾ. തഫ്സീർ നോക്കാം. ഇന്ന അർസൽനാക ബിൽ ഹഖ്. നിശ്ചയമായും ഞാൻ നിന്നെ സത്യവും കൊണ്ട്, അല്ലെ? ഞാൻ നിനക്ക് സത്യമാണ് ഇറക്കി തന്നത്. അർസൽനാക്ക, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാണ്. ബഷീറൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ട്, വനദീറൻ മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, അല്ലെ? നിശ്ചയമായി ഞാൻ നിനക്ക് സത്യമാണ് തന്നത്, സത്യമാണ്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത മതം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഖുർആൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത വഹ്യ് എല്ലാം എന്താണ്? സത്യങ്ങളാണ്, അല്ലെ? അതിനകത്ത് ഒരു കളവുകളില്ല, ഒരു തെറ്റുകളില്ല, ഒരു സംശയം പോലും ഇല്ല. എല്ലാം ഫാക്റ്റ് ആണ്, അല്ലെ? ഓതന്റിക് ആണ്. അതിനകത്ത് പിന്നെ അതിനപ്പുറത്ത് വലിയൊരു ഓതന്റിസിറ്റി ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അല്ലെ? അതിനേക്കാളും വലുത് നമുക്ക് കൺഫേം ആക്കാൻ ഒന്നുമില്ല. അതിനകത്ത് ഒരു സംശയവും ഇല്ല. അത് അങ്ങേയറ്റം പ്രയോജനപ്രദമായ കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്? ഈ ഹക്കും കൊണ്ട്. ബഷീറൻ വനദീറോ, അല്ലെ? ബഷീർ, ബ ഷീൻ റോ. ബഷീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ബുഷ്ര അറിയിക്കുന്നവൻ, ബുഷ്ര സന്തോഷ വാർത്ത. നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൻ ദാൽ റോ, മുന്നറിയിപ്പ് അറിയിക്കുന്നവൻ. ഓക്കെ, ബുഷ്ര എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പും ഈ റൂട്ടിൽ നിന്നുള്ള ഒരു വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നീ സന്തോഷ വാർത്ത അറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലേ? ആർക്കാണ്? വിശ്വസിച്ചവർക്കും സൽക്കർമ്മം പ്രവർത്തിച്ചവർക്കും. അപ്പൊ ബുഷ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷ വാർത്ത. എന്ത് തരത്തിലുള്ള സന്തോഷ വാർത്തയാണ്? എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ബഷറ, അതായത് മനുഷ്യന്റെ സ്കിന്ന്, മനുഷ്യന്മാരുടെ സ്കിന്നിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബഷറ. അപ്പം ഏത് രീതിയിലുള്ള സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള സന്തോഷം. അതായത് നമ്മുടെ സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെ, ചില സമയത്ത് നമുക്ക് എന്താ പറയാ, രോമാഞ്ചം ഉണ്ടാവും അല്ലെ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ഖുർആനിലുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കത് തോന്നാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ബഷീറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത് ഖുർആനിലൂടെയുള്ള സന്തോഷ വാർത്ത. ചില കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുമ്പം എന്താണ്, തുള്ളിച്ചാടുക അല്ലെ, കെട്ടിപ്പിടിക്കുക, കൈയൊക്കെ ഇങ്ങനെ തമ്മിൽ കൂട്ടിയിറക്കും. വല്ലാതെ സന്തോഷം വരുമ്പം ആളുകളുടെ സ്കിന്നിലേക്ക് അത് അറിയും. സുബ്ഹാനല്ലാഹ്, ബഷറ എന്ന് പറഞ്ഞ സ്കിന്നാണ്, അതിൽ നിന്ന് വരുന്നതാണ് ഈ ബഷീർ. അപ്പം അത്രയും സന്തോഷം നൽകുന്ന വാർത്തകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വാഹകനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സന്തോഷ വാർത്തയാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്കുള്ള പ്രതിഫലത്തിന്റെ, ജന്നത്തിന്റെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ സഹായത്തിന്റെ അല്ലേ. ഇതൊക്കെ വലിയ സന്തോഷ വാർത്തകളാണ്. നിങ്ങൾക്ക് അള്ളാഹിന്റെ സഹായം ഉണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അള്ളാഹിന്റെ ഹിദായത്ത് ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. സന്തോഷ വാർത്തയല്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് പിന്നെ എന്താ പേടിക്കാനുള്ളത്? പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഇന്നതൊക്കെ ഉണ്ട്, ഒക്കെ സന്തോഷ വാർത്തകളാണ് അല്ലെ. അള്ളാഹിന്റെ കാരുണ്യമുണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്, ഈ പറഞ്ഞ സന്തോഷങ്ങളൊക്കെ. സുബ്ഹാനല്ലാഹ്, വനദീറൻ, നദീറൻ മുന്നറിയിപ്പുകാരൻ അല്ലെ. അപ്പം നദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടത്തിന് എതിരെ മുന്നറിയിപ്പ് നൽകുന്നതിനാണ്, മുന്നറിയിപ്പ് നൽകുന്ന ആൾക്കാണ് നദീർ എന്ന് പറയുന്നത്. ആരെയാണ് അപകടത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുക? ആ ഒരു അപകടത്തിലേക്ക് ചാടാൻ പോകുന്ന ആൾക്കാരല്ലേ, അതായത് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാ അല്ലേ. ഒരു മുമ്പില് ഒരു വലിയ കുഴി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് എന്താണ്, സൈൻ ബോർഡ്സ് ഒന്നും കണ്ടിട്ടും കാണാതെ അതിലേക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്തിട്ട് ആ കൊക്കയിലേക്ക് ചാടാൻ പോകുന്ന ആൾക്കാരുടെ അടുത്താണ് ചാടല്ലേ എന്ന് പറയാം അല്ലെ. അപ്പം തെറ്റ് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളും കൂടെയാണ്. ഒരു ചെറിയ കുട്ടി കത്തിയെടുത്ത് പിടിക്കുമ്പോൾ നമ്മൾ കുട്ടീൻ്റെ അടുത്ത് പറയും, താഴെ ഇട്ടോ, അല്ലെങ്കിൽ നിന്റെ കൈ മുറിയേ അല്ലെങ്കിൽ കാല് മുറിയേ. അപ്പം ഒരു അപകടം വരും അല്ലെ, ഒരു അപകടം വരാനുണ്ട്, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കാണിക്കുന്ന ആളുകൾക്കാണ് എന്താണ്, മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മുന്നറിയിപ്പ് അവിടെ കൊടുത്തത്? ശിക്ഷയുടെ മുന്നറിയിപ്പ്, നരകത്തിലെ തീന്റെ മുന്നറിയിപ്പ് അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ റിസൾട്ടുകൾ, ഇഹത്തിലും പരത്തിലും ഉണ്ടാവുന്ന നെഗറ്റീവ് റിസൾട്ടുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറാ. സുബ്ഹാനല്ലാഹ്, നിന്നെ ബഷീറായിട്ടും നദീറായിട്ടുമാണ്, നിനക്ക് സത്യം മാത്രം കൊണ്ട് തന്നിട്ടാണ് ഞാൻ നിന്നെ അയച്ചിട്ടുള്ളത്. ആ ഒരു ബാലൻസ് നോക്കണം. സുബ്ഹാനല്ലാഹ്, സന്തോഷ വാർത്തയും മുന്നറിയിപ്പും അല്ലേ. നമ്മളൊക്കെ പലപ്പോഴും ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ ഒന്നെങ്കിൽ ഓരോ വെറുപ്പിച്ച് പിടിച്ച് ഞെട്ടിച്ച് എടുങ്ങേറാക്കിയിട്ടുള്ള ഉപദേശമായിരിക്കും. എന്നെ പഠിച്ചോൻ തീയിലിട്ട് വറക്കൂലേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്നാ അതല്ലെങ്കിൽ വേറെ ചിലരുടെ അടുത്താണെങ്കിൽ എല്ലാം വളരെ പോസിറ്റീവായിട്ട്, അങ്ങനെ ഒന്നും പ്രശ്നമില്ല മോഡലായിരിക്കും അല്ലേ. പക്ഷെ ഖുർആന്റെ ആ ഒരു മെസ്സേജിന്റെ ഒരു ബാലൻസ് കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഷീർ സന്തോഷ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദേശം അറിയിച്ച രീതി അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. എവിടെയും സന്തോഷ വാർത്ത കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തുസ്അൽ, നിന്നോട് ചോദിക്കപ്പെടുകയില്ല. സീൻ ഹംസ ലാം സുആൽ, സഅല, ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ എന്നുള്ള അർത്ഥം. നിന്നോട് ചോദിക്കപ്പെടുകയില്ല ആരെ കുറിച്ച്? അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിന്റെ ആൾക്കാരെ കുറിച്ച്. അസ്ഹാബ് സാഹിബിന്റെ പ്ലൂറലാണ്, ജഹീം നരകത്തിലെ തീ. ഓക്കെ, അതിന്റെ റൂട്ട്, അസ്ഹാബിന്റെ റൂട്ട് സ്വാദ് ഹ ബ, ജഹീം ജീം ഹ മീം,
ജഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീയാണ്. അതൊരു സാധാരണ പോലെയുള്ള തീയല്ല, അതിഭയങ്കരമായിട്ടുള്ള തീക്കാണ് ജഹീം എന്ന് പറയുന്നത്. ജഹമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ഒരാളെ ഭയങ്കര ഷാർപ്പായിട്ട് തുറിച്ചു നോക്കുന്നതിനാണ് ജഹമ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു സിംഹം, സിംഹത്തിന്റെ ആ ഒരു തുറിച്ചു നോട്ടം ചില ഫോട്ടോസിലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ മാറിയിരുന്ന് പതിയിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും, എന്താ എന്റെ ഇരകൾ ഇതുവഴി പോകണുണ്ടോ അല്ലെ, ഒരു മാനോ ഒരു സീബ്രയോ എന്തെങ്കിലും അതുവഴി പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുക കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ് അല്ലെ. ആ ഒരു നോട്ടം തന്നെ ഭയങ്കര സ്കെയറിയാണ്, പേടിയാവുന്നു. അങ്ങനെ തുറിച്ച് കയറും നമ്മുടെ ആ ഒരു നോട്ടം കാണുമ്പോൾ. അതുപോലെ നരകത്തിന്റെ തീ എന്താണ്? ജഹീമാണ് അല്ലേ. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, തീർച്ചയായും നരകം എന്താണ്? പതിസ്ഥലമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ട് ഇതിന്റെ അർത്ഥം. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, കാത്തിരിക്കുന്ന സ്ഥലമാണെന്നല്ലേ. നരകം ഇങ്ങനെ പതിയിരിക്കുകയാണ്. എന്ത്? ഈ സിംഹം അതിന്റെ ഇരയെ വെയിറ്റ് ചെയ്യുന്നത് പോലെ വെയിറ്റ് ചെയ്യാണ് നരകം അതിന്റെ ഇരകളെ, അതിലേക്ക് വരുന്നവരെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ജഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തുസ്അൽ അൻ അസ്ഹാബിൽ ജഹീം, നീ ചോദ്യം ചെയ്യപ്പെടുകയില്ല ആരെക്കുറിച്ച്? നരകത്തിലെ ആളുകളെ കുറിച്ച്. വലാ തുസ്അലു എന്നല്ലേ? ലു വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. ജസാക്കല്ലാഹു ഖൈറ. നീ ചോദ്യം ചെയ്യപ്പെടുകയില്ല ആരെക്കുറിച്ച്? നരകത്തിന്റെ ആൾക്കാരെ കുറിച്ച്. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്വാസം കൊടുക്കുന്നതായിട്ട് കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് സന്ദേശം എത്തിക്കുമ്പോൾ അവര് എന്താണ്, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അപ്പടി അങ്ങ് വിശ്വസിക്കായിരുന്നില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാണ് ഇന്നതാണ് സത്യം എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ടാവുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഭയങ്കര അവർക്ക് തോന്നിയ പോലെ പല ഡിമാൻഡുകളും വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മദീനയിലെ ജൂതന്മാരും ഇതുപോലെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല മോശം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസം കൊടുക്കുകയാണ്. ഇത് നിന്റെ തെറ്റല്ല, നിന്നെ ഞാൻ സത്യം കൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നീ സംശയിക്കണ്ട. നിന്നെ ഞാൻ സന്ദേശം, അതായത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും നദീർ, അതായത് വാണിംഗ് നൽകുന്നവനുമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പമില്ല, നിന്നോട് ചോദിക്കേയില്ല, നിന്നോട് എന്താണ്, നീ ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്കും അല്ലേ, പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ഉപദേശിക്കാൻ വരുമ്പം സുബ്ഹാനല്ലാഹ് അല്ലേ, ഇത് ചെയ്തു, ഇത് നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേ, ഇത് നിനക്ക് മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കാറില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? മതി, ഇത് വെറുതെയാണ്, അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ, നിർത്തിക്കളയും. ദഅവ എന്ന് പറയുന്ന കാര്യമേ അങ്ങ് നിർത്തിക്കളയാം. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും നടക്കാൻ പോണില്ല, ആരും കേൾക്കാനും പോണില്ല. അത് ചെയ്യണോ, അല്ലെങ്കിൽ നാലുപേരെ അത് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞ് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള നിരാശരായിട്ട് ഇരിക്കണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പണി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിട്ടുകൊടുക്കുക. ഓരോരുത്തർക്കും കഴിയുന്നതിന്റെ ബെസ്റ്റാണ്. ഓക്കെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ സ്റ്റൈലില് കഴിയുന്നതിന്റെ ബെസ്റ്റ്. നമുക്ക് എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു രീതി ഉണ്ടാവും അല്ലെ. അത് നല്ല നീയത്തോടു കൂടി ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റൈല് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ട്രൈ ചെയ്യാം. ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. സിറ്റുവേഷൻ അനുസരിച്ച്, ആളുകൾക്കനുസരിച്ച്, ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റി മാറ്റി സ്റ്റൈല് ട്രൈ ചെയ്യാം. മെസ്സേജ് മാറ്റാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മെസ്സേജിന് ഒരു മാറ്റവും ഇല്ല. അത് തന്നെ. പക്ഷെ അത് പറയേണ്ട രീതികള് അല്ലെ, ഹിക്മത്തോടു കൂടി ആൾക്കാരുടെ അടുത്ത് മാറ്റി മാറ്റി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവയുടെ രീതികളിൽ നിന്ന് പഠിക്കാം. ആദ്യകാല സമൂഹത്തിലുള്ള സ്വഹാബിമാരുടെ, താബിഈങ്ങളുടെ അതിൽ നിന്നൊക്കെ പഠിക്കാം. നമ്മൾ സ്റ്റക്ക് ആവുമ്പോൾ എങ്ങനെയാണ് അവർ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. ആ ഒരു രീതി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സഹായം ചോദിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നിരാശരാവേണ്ട കാര്യമില്ല, നിർത്താനും പറ്റൂല. ആൻഡ് അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് അല്ലേ.
അള്ളാഹ്ക്ക് അറിയാം ആ മനുഷ്യന്മാർ, അതായത് നമ്മൾ പറയുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്, അതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ നമ്മളാണ് അൽ ഹാദിന്ന് വിചാരിക്കണ്ട, ഹിദായത്ത് കൊടുക്കുന്നവൻ നമ്മളാണെന്ന് വിചാരിക്കണ്ട, നമ്മളാണ് മുഖല്ലിബൽ ഖുലൂബ് എന്ന് വിചാരിക്കണ്ട, ഹൃദയങ്ങൾക്കൊരു മാറ്റം വരുത്താൻ കഴിവുള്ളവൻ റബ്ബ് മാത്രാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നൊരു അവസരമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിൽ ഉപയോഗപ്പെടുത്തുക മാത്രം ചെയ്യാം. എന്തിനു വേണ്ടി? നമ്മളുടെ ആഖിറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ആളുകൾക്ക് ഉപദേശിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ദഅവ ചെയ്യാൻ പറ്റുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എനിക്ക് തന്നിട്ടുള്ള ഒരു അവസരമാണ്. അതൊരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്നുകൊണ്ടായിരിക്കും. സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അറിവ് തന്നതുകൊണ്ടായിരിക്കും, അത് കേൾക്കാനുള്ള ആൾക്കാരെ തന്നതുകൊണ്ടായിരിക്കും. അപ്പം അള്ളാഹു തന്ന ഒരു അവസരമാണ്, ഇത് ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തിട്ട് എനിക്ക് സ്വർഗത്ത് പോകാൻ വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചിട്ട് ചെയ്യുക. അല്ലാതെ അവരുടെ ഹൃദയത്തിനെ ഞാനങ്ങ് മാറ്റി മറിച്ച് കളയാം, മുഖല്ലിബൽ ഖുലൂബ് ആവാന്ന് വിചാരിക്കേണ്ട, അൽ ഹാദി ആവാന്ന് വിചാരിക്കേണ്ട, അവർക്ക് ഹിദായത്ത് കൊടുക്കാന്ന് വിചാരിക്കേണ്ട. ആൻഡ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അള്ളാഹ്ക്ക് ഇത് നമ്മളെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. അള്ളാഹു നമുക്ക് തന്നൊരു അവസരം മാത്രമാണ്. ഇത് ഞാനില്ലെങ്കിൽ ഓരോ ഹൃദയം മാറ്റാൻ പറ്റൂല അള്ളാഹ്ക്ക് എന്ന് വിചാരിക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ആളുകളെ എപ്പോഴും നമ്മളൊരു പൊട്ടൻഷ്യൽ മുഅ്മിനായിട്ട്, മുസ്ലിം ആയിട്ട് കാണാം. അത് ചിലപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും, അവരിൽ തിരുത്തലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരിക്കും. അപ്പം അവരെ ഭാവി മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ ആയിട്ട് നമ്മൾ മനസ്സിൽ കാണാം. അപ്പോൾ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദാവ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദാവയായിട്ട് മാറും. ഓക്കെ, റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ദാവയാവുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യും. ഏതാണ് കൂടുതൽ ഗുണം ചെയ്യാന്ന് ആലോചിച്ചിട്ട് ചെയ്യും. ഏതാണ് ആളുകളെ അട്രാക്ട് ചെയ്യുക. അതായത് ദാവ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു ഇൻവിറ്റേഷൻ ആണ്. നമ്മളെ ഒരാള് ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇൻവൈറ്റ് ചെയ്താലാ നമ്മൾ പോവാന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളെ ചീത്ത പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്താലോ, നമ്മളെ മോശപ്പെട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണോ പോവുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി, ബഹുമാനം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഇൻവൈറ്റ് ചെയ്താലാണോ നമ്മളൊരു കല്യാണത്തിന് പോവാന്ന് ആലോചിക്കുക. അപ്പൊ നമ്മളുടെ ആവശ്യം, നമ്മുടെ ഹൃദയത്തിലുള്ള ആവശ്യം, നമ്മൾ ഈ സംസാരിക്കുന്ന വ്യക്തികൾ നാളത്തെ മുഅ്മിനാവണം, മുസ്ലിം ആവണം എന്നുള്ള ആഗ്രഹമായിരിക്കണം. അപ്പൊ നമ്മുടെ ദാവ ചിന്തിച്ചിട്ടുള്ള ദാവയായിട്ട് മാറും. എന്തെങ്കിലും പറഞ്ഞു പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് സ്വയം സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി ആവില്ല. ഓക്കെ, പകരം നമ്മളുടെ ഹൃദയത്തിനുള്ളത് ഞാൻ ശരിയാണല്ലോ, ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അവൾക്കത് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കിബറാണെങ്കിൽ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഹിദായത്ത് ഞാൻ എവിടുന്നോ കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു കിബറാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ദഅവ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ള കിബറാണെങ്കിൽ നമ്മളുടെ ദഅവ എപ്പോഴും നെഗറ്റീവ് ഫോമില വരിക. ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, കുറ്റം പറഞ്ഞ് മാറ്റുന്ന രീതിയിൽ, മുഖത്തടിച്ച പോലെ എന്താണ് അവരെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന രീതിയിൽ, അവർക്ക് ശിക്ഷ കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്ന രീതിയിൽ, അവരെ വെറുക്കുന്ന രീതിയിൽ, അവരിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ ആയിട്ട് മാറും. പക്ഷെ നമുക്ക് എല്ലാവരെയും നമുക്ക് നാളത്തെ മുഅ്മിനായിട്ട്, മുസ്ലിം ആയിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും നമ്മുടെ സ്നേഹത്തിന്റെ വലയത്തിൽ നിന്ന്, നമ്മുടെ കെയറിന്റെ വലയത്തിൽ നിന്ന്, നമ്മുടെ കൺസേണിന്റെ വലയത്തിൽ നിന്ന് നമ്മൾ വലിച്ചെറിയൂല. നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിൽ നിന്ന് പോയാലും നമ്മൾ പിന്നെയും നമ്മൾക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും അവർക്കൊരു കൺസേണും ഒരു സ്നേഹവും ഒരു ദ്വായും നമ്മുടെ സംസാരത്തിലെ സോഫ്റ്റ്നെസ്സും ഒക്കെ നമ്മൾ അവിടെ ബാക്കി വെക്കും. പകരം ഞാൻ ശരിയാണല്ലോ, ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് സിമ്പിൾ ആണല്ലോ, ഇത് ഞാൻ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്താൽ പോരെ എന്നുള്ള ആ ഒരു കിബർ, ഹിദായത്തിന്റെ, അള്ള തന്ന ഹിദായത്തിന്റെ കിബറും അള്ള തന്ന ദഅവ ചെയ്യാനുള്ള ആ ഒരു കഴിവിന്റെ അവസരത്തിന്റെ കിബറും ആണെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും. നമുക്കത് അടിച്ചേൽപ്പിച്ചിട്ട് പോയാൽ മതി, ആ ഒരു പണി ചെയ്താൽ മതി എന്നുള്ളത് പോലെ ആവും. നമ്മുടെ ഹൃദയത്തിൽ ആ ദഅവ ഉണ്ടാവില്ല. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അത് സ്വീകരിക്കുന്ന എൻഡിനെ, അത് നമ്മൾ ആരോടാണോ പറയുന്നത് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തൊരു കാര്യം പറയാം. അത് നാളെ നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറില്ലാത്ത രീതിയിലായിരിക്കും ഇന്ന് നമ്മൾ അവരുടെ അടുത്ത് ആ കാര്യം പറയുന്നത്. നമുക്ക് ഇന്ന് അവർ പറഞ്ഞത് ഇന്ന് തന്നെ കേൾക്കണം എന്നാ നിർബന്ധം. സുബ്ഹാനല്ലാഹ്, നമ്മളെ കൂടെ തന്നെ ചോദിക്കാം, നമ്മൾ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന പലതും ഇന്നും നമ്മൾ മാറിയിട്ടില്ല. ഇന്നും നമ്മൾ മാറാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നും നമ്മൾ എവിടെ എത്താത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ദഅവയുടെ പേരിൽ കട്ട് ഓഫ് ചെയ്ത് കളയുന്നത്? എങ്ങനെയാണ് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നത്?
അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലതവണ നമ്മൾ പറഞ്ഞതാണ് ദഅവത്തു ഇലയ്യ അല്ല, ഐ മീൻ ദഅവത്തു ഇലല്ലാ അല്ല, അള്ളാഹുലേക്കുള്ള ദഅവ അല്ല. പകരം നമ്മൾ ചെയ്യുന്നത് ദഅവത്തു ഇലയ്യ ആണ്, എന്നിലേക്കുള്ള ദഅവ, ഞാൻ എന്നിലേക്കാണ് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് അസ്മാ വ സിഫാത്ത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാ വ സിഫാത്തിൽ ചെയ്യുന്ന വളരെ എന്താ പറയുക നിഗൂഢമായ ഒരു ഷിർക്കാണ്, നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരു ഷിർക്കാണത്. അള്ളാഹുവിന്റെ സിഫത്തുകളായാലേ ഹിദായത്ത് കൊടുക്കാനുള്ള കഴിവ്, ഹൃദയം ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് എന്നൊക്കെ പറയുന്ന അള്ളാഹുവിന് മാത്രമുള്ള സിഫത്തായ കാര്യങ്ങളിൽ എനിക്കും ഒരു ഷെയർ എടുക്കുന്ന രീതിയിലുള്ള ദാവയാണ് ഇതുപോലെയുള്ള നമ്മൾ ചെയ്യുന്ന ദാവ. അപ്പം എപ്പോഴും ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടി അവരെ നാളെ എന്തെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു എന്താണ് തൗബ ചെയ്ത് മടങ്ങെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഇഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ദാവ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു ദാവ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈല് മാറ്റി മാറ്റി പ്രയോഗിക്കേണ്ടി വരും, ചില സമയത്ത് കണിശമായിട്ട് പറയേണ്ടി വരും. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ് റബ്ബിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് സഹായം തേടുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു പ്രാവശ്യം നമ്മൾ ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്, റബ്ബേ നിനക്ക് പറ്റുന്നില്ല, റബ്ബേ നിന്നെ അനുസരിക്കാൻ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദാവ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റബ്ബേ, നീ പഠിപ്പിച്ചതാ റബ്ബേ. അള്ളാഹ് നമ്മൾ ചെയ്യുന്ന ദാവേനേക്കാളും ഭയങ്കര റിസൾട്ട് ഉള്ള അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിലേ എനിക്ക് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹിനോട് എടുത്തെടുത്ത് പറയല് നമ്മൾ ആ ചെയ്യുന്ന ദാവനേക്കാളും വലുതാണ്. കാരണം അതിന് പോലും, ഒരു കുഞ്ഞു കാര്യത്തിന് പോലും എനിക്ക് അള്ളാഹിന്റെ ഹെൽപ്പ് വേണമെന്നുണ്ട്, അള്ളാഹിന്റെ ശരിക്കുള്ള അടിമയായിട്ട് മാറുന്ന ഒരു രീതിയാണത്. ഓക്കെ, എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഹൈറായ രീതിയിലുള്ള ദാവ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ, ആമീൻ. തുടർന്ന് 120-ാമത്തെ ആയത്ത്, വലൻ തർദോ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. ജൂതരോ ക്രൈസ്തവരോ നിന്നെ സംബന്ധിച്ച് സംതൃപ്തരാവുകയില്ല, നീ അവരുടെ മാർഗം അവലംബിക്കുക വരെ. പറയുക, സംശയമില്ല, ദൈവിക മാർഗദർശനമാണ് സത്യദർശനം. നിനക്കു യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ശേഷം നീ അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ പിന്നെ അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും കൂട്ടാളിയോ സഹായിയോ ഉണ്ടാവുകയില്ല. വാക്കർത്ഥം നോക്കാം. വലൻ തർദോ, റോ ദോദ് യാ അല്ലെങ്കിൽ വ രണ്ടും ഉണ്ട്. ഓക്കെ, അവർ ഒരിക്കലും തൃപ്തരാവുന്നില്ല. അൻക നിന്നെ സംബന്ധിച്ച്, അൽ യഹൂദു യഹൂദികൾ, ഇവിടെയും തർദോ എന്നുള്ളത് എന്ന് പറയുന്നത് ഹിയ ആണ്. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു യഹൂദ് വൽ നസ്വാറ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ്. വല ഇല്ല അന്നസ്വാറ ക്രിസ്ത്യാനികളും, ഹത്ത വരേക്കും, ഇന്ന കാര്യം വരേക്കും, എന്താണ് തത്തബിഅ നീ പിന്തുടരുന്നത്, മില്ലതഹും അവരുടെ മാർഗം, അവരുടെ മില്ലത്ത്, മീം ലാം ലാം, കുൽ നീ പറയുക, ഇന്ന നിശ്ചയമായും, ഹുദല്ലാഹ് അള്ളാഹുവിന്റെ മാർഗദർശനം, ഹ ദാൽ യ, ഹുവ അത്, അൽ ഹുദ മാർഗദർശനം, അത് മാർഗദർശനം, അതാണ് മാർഗദർശനം. വലഇനിത്തബഅത നീ പിൻപറ്റുന്നതായാൽ, ബ ഐൻ, ഓക്കെ, തബഅ പിൻപറ്റുക, അഹ്വാഅഹും ഹ വ യ അവരുടെ ഇച്ഛകളെ, ഹവയുടെ പ്ലൂരലാണ് അഹ്വാ, ഹും അവരുടെ, ബഅദ ശേഷം, അല്ലദീ ജാഅക ജീം യ ഹംസ നിനക്ക് വന്നു കിട്ടിയതിന്റെ, മിനൽ ഇൽം ഐൻ ലാം മീം അറിവിൽ നിന്നും, മാലക നിനക്കില്ല, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന്, മിൻ വലിയിൻ വാവ് ലാം യ ഒരു രക്ഷകനും, വലാ നസീർ നൂൻ സ്വാദ്ര ഒരു സഹായിയും. തഫ്സീർ നോക്കാം. വലൻ തർദോ അൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവര് എന്താണ് ഒരിക്കലും ഹാപ്പി ആവില്ല നിന്നില്. ലൻ തർദോ റോ ദോദ് യ തൃപ്തരാകുക, സന്തോഷമുള്ളവരാകുക എന്നൊക്കെ അർത്ഥം. റദിയ അതായത് റോ ദോദിയ റദിയ യർദോ തർദോ, തർദോ ഇവിടെ ഹിയ ആണ് സബ്ജക്ട്. അപ്പം അവര് ഒരിക്കലും തൃപ്തരാവുകയില്ല. ആര്? അൽ യഹൂദു
വലൻ നസോറോ, യഹൂദികളും ജൂതന്മാരും അവരൊരിക്കലും നിന്നിൽ ഹാപ്പി ആവില്ല അല്ലെങ്കിൽ തൃപ്തരാവില്ല. എവിടെ വരെ? ഹത്ത ഏതുവരെയാണ്? തത്തബിഅ, നീ അവരെ പിന്തുടരുന്നത് വരെ. തബഅൻ തബഅ, ഓക്കെ, നീ പിന്തുടരുന്നത് വരെ. മില്ലതഹും, അവരുടെ വഴി, അവരുടെ മാർഗം, അവരുടെ വിശ്വാസം. അവര് നീ അവരെ പിന്തുടരുന്നവരെ അല്ലെങ്കിൽ അവരുടെ മതത്തെ, അവരുടെ മതം എന്ന് പറയുമ്പം അവര് ഫോളോ ചെയ്യുന്ന മതമാണ് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇറക്കി കൊടുത്ത മതം വേറെ തന്നെയാണ്. അപ്പം അവരെന്തിനെ ഫോളോ ചെയ്യുന്നു അതിനെ നീ പിന്തുടരുന്നത് വരെ അവര് നിന്നിൽ ഹാപ്പി ആവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം അല്ലെ, ജൂതന്മാര് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ അവർക്ക് പറ്റുന്ന എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കൊലപാതകത്തിനുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. ചില സമയത്ത് എങ്കിലും അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കും തോന്നാറുണ്ട് അല്ലെ, ഞാൻ എന്ത് ചെയ്തിട്ടാ ആളുകൾ ഇങ്ങനെ എനിക്കെതിരെ നിൽക്കുന്നത്, എന്തിനാ അവരെനിക്കിനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എന്തിനാ അവരിങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശ്വാസികളുടെ അടുത്ത് പറയാണ്, എന്താ പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇസ്ലാം ഉള്ളതാണ്, നിങ്ങൾക്ക് ദീൻ ഉള്ളതാണ് അവരുടെ പ്രശ്നം. അവരൊരിക്കലും ഹാപ്പി ആവില്ല. എവിടെ വരെ? നിങ്ങൾ അവരെ പിന്തുടരുന്നത് വരെ. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തിനെ പിന്തുടരുന്നത് വരെ. മില്ല, മീം ലാം ലാം, ഓക്കെ. മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വാസം, അഖീദ. ആളുകൾ ഫോളോ ചെയ്യുന്ന അവരുടെ ഒരു സെറ്റ് ഓഫ് വിശ്വാസനാണ് മില്ല എന്ന് പറയുന്നത്. അപ്പൊ നീ അവരുടെ വഴി പിന്തുടരുന്നത് വരെ അവരൊരിക്കലും നിന്നില് തൃപ്തരാവുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നമുക്ക് കാണാം അല്ലെ. നമ്മൾ അവര് ചെയ്യുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അവര് ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർ നമ്മളിൽ ഹാപ്പി അല്ല, അവർക്ക് നമ്മളോട് വെറുപ്പാണ്. അവര് ചിലരെങ്കിലും നമുക്ക് ഓക്കെ കുഴപ്പമില്ല, അവരവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും നമ്മൾ വേറൊരു വഴിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ശരികൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് അല്ലെ. പിന്നെ അത് നമ്മൾ കുറ്റം പറച്ചിലായി, കുത്തിപ്പറച്ചിലായി, ഗ്രൂപ്പ് തിരിയലായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അവരെ പോലെ ആകുന്നത് വരെ അവർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അവർക്ക് പല രീതിയിൽ അവർക്ക് നമ്മളോട് പ്രശ്നമാണ്, പല രീതിയിൽ അവർ പ്രശ്നം ഉണ്ടാക്കും, പലതും അവർ കാണിക്കും, പലതും അവർ ചെയ്യും. അപ്പൊ നമ്മൾ അവരെ പോലെ ആവുന്നത് വരെ അവർ ഹാപ്പി ആവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ അടുത്ത് പറയണ ഹത്താ തത്തബിഅ മില്ലതഹും. അപ്പം നമ്മളിനിയിപ്പോ എന്താ ചെയ്യുക? അവർക്ക് ഇങ്ങനെ ഹാപ്പി ആവില്ല എന്നുണ്ടെങ്കിൽ അവരെ പോലെ ആവുകയാണോ വേണ്ടത് അല്ലെ? പലരും അങ്ങനെ പറയാറുണ്ട് അല്ലെ, നമ്മൾ എന്താണ് ഒരു ഹാർമണിയിൽ ജീവിക്കണം, ഇണക്കത്തിൽ ജീവിക്കണം, ഐക്യത്തിൽ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ വേറൊരു വഴിക്ക് പോവരുത്. എല്ലാരും ചെയ്യുന്നത് പോലെ ആൾക്കാരെ കൂടെ ആവുമ്പോ അങ്ങനെ ചെയ്യണം. ഫിറ്റ് ആവണം അല്ലെ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഫിറ്റ് ആവണം, ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഫിറ്റ് ആവണം. അവര് ഡ്രസ് ചെയ്യുന്ന പോലെ ഡ്രസ് ചെയ്യണം. ഇപ്പം ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും പലർക്കും പല രീതിയിലുള്ള ഡ്രസ്സിങ്ങാ. അവിടെ എല്ലാവരും ഇങ്ങനെ വരാ, അപ്പൊ പിന്നെ ഇതാ സ്റ്റൈല്. ഇവിടെ എല്ലാവരും അങ്ങനെ വരാ, അപ്പൊ അതാ സ്റ്റൈല് അല്ലെ. അവര് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, അവര് പെരുമാറുന്നത് പോലെ പെരുമാറുക, അവര് ജീവിക്കുന്നത് പോലെ, അവര് ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുക. അവിടെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാണോ വേണ്ടത്? നമ്മളെ വാല്യൂസ് ഒക്കെ മറന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, കുൽ, നീ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, നിശ്ചയമായും അള്ളാഹുവിന്റെ ഹിദായത്ത് അതാണ് യഥാർത്ഥ ഹിദായത്ത്. ഹ ദാൽ യ. അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്ന ഹിദായത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്ന ഇൽമ, അതാണ് യഥാർത്ഥ ഹിദായത്ത്, ശരിയായ വഴി അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ്. ഇനി വേറെ ഏതെങ്കിലും വഴിയിലാണെങ്കിൽ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലല്ല, അത് നിങ്ങളുടെ പരാജയത്തിന്റെ വഴിയാണ്. ഇഹത്തിലും പരത്തിലും അല്ലെ സത്യത്തിലേക്ക് അല്ലെങ്കിൽ സക്സസിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തന്ന വഴി മാത്രമാണ്. വേറെ ഏത് വഴി ഫോളോ ചെയ്തു കഴിഞ്ഞാലും ഇഹത്തിലും പരത്തിലും വിജയം വരൂല. സുബ്ഹാനല്ലാഹ്. പൊതുവെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയും നിൽക്കും, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവരെയും നിൽക്കും, എല്ലാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പ്രത്യേകിച്ച് അറിയെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. അവര് സത്യം പറയുകയാണെങ്കിൽ എവിടെയല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില്
ഈ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ് അല്ലെ. US UK പോലെയുള്ള കൺട്രീസിലേക്ക് എല്ലാവരും ഒന്നും അതുപോലെ ആയിക്കണമെന്നില്ല. പക്ഷെ പലരും അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ സംസ്കാരവും അല്ലെ നമ്മളുടെ ദീനും എല്ലാം എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ ഒഴിവാക്കി അവിടെ ചെന്ന് വേറെ തന്നെ ആൾക്കാരാവുന്നത് നമുക്ക് കാണാം. പക്ഷെ അവരുടെ അവസാനം എന്ന് പറയുന്നത് ശരിക്കും അവര് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരവസ്ഥയിലായി മാറുകയാണ് ചെയ്യുക. കാരണം അവരവിടെ അവരെ മക്കളെ പോലും വേറെ ഭാഷ, അതായത് നാട്ടിലെ ഭാഷ പോലും സംസാരിക്കാൻ അറിയാണ്ട് നാട്ടിലെ ഭക്ഷണം പോലും കഴിക്കാൻ അറിയാതെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് ഇവിടെയും ജീവിക്കാൻ പറ്റില്ല. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാല് ശരിക്കും അവിടുത്തെ ആൾക്കാരെ കൂടെ നിൽക്കാനും പറ്റില്ല. കാരണം അവര് വേറെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലും വേറെ തന്നെ കളറിലും വേറെ തന്നെ സംസ്കാരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു എന്താ പറയാ വേറിട്ട് പോയ ഒരു ആടിനെ പോലെ, കൂട്ടം തെറ്റിപ്പോയ ഒരു ആടിനെ പോലെ ആയി മാറുകയാണ് അവര്. അവർക്ക് പോവാനും എവിടെയില്ല, അവര് ഒറ്റപ്പെട്ടു പോവാണ്. നമ്മളുടെ ഐഡന്റിറ്റി, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ദീൻ അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും അഭിമാനമുള്ളവരായിരിക്കണം. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി ധരിച്ചു പോകുന്നവര് ആയിരിക്കണം. നമ്മൾ ആരാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ എവിടെയും നമുക്ക് അംഗീകാരം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അനുഭവം കൊണ്ട് പറയാം. നമ്മൾ ഏത് മൾട്ടി കൾച്ചറൽ മൾട്ടി നാഷണൽ സൊസൈറ്റിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാലും നമ്മളുടെ ഉള്ളില് നമ്മൾ ആരാണെന്നുള്ള ഐഡന്റിറ്റി നമുക്കറിയും. അതിനകത്ത് നമുക്കൊരു അഭിമാനമുണ്ട്. അത് കാണിക്കാൻ നമുക്കൊരു മടിയും ഇല്ലെങ്കിൽ നമുക്ക് ബഹുമാനേ കിട്ടുള്ളൂ, ബഹുമാനം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് ഓരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുന്നവരാണെങ്കിൽ സത്യം പറയാലോ നമുക്കൊരു വിലയുണ്ടാവില്ല അവിടെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്നതാണ് ഹിദായത്ത്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെയല്ല ഇവിടെയല്ല ഉണ്ടാവും. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അതാണ് ശരിയായ വഴി. അതുകൊണ്ട് അതൊരിക്കലും എന്തിനും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണ്ട. ഒരു കല്യാണത്തിന് പോവാണെങ്കിലും, ഒരു നാട്ടിൽ പോവാണെങ്കിലും, ഒരു സ്ഥലത്ത് പഠിക്കുകയാണെങ്കിലും, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിലും, ഏത് ടൈപ്പ് ആൾക്കാരെ കൂടെ കൂടുകയാണെങ്കിലും നമ്മളെ ഐഡന്റിറ്റി നമ്മൾ മാറ്റണ്ട. അവരുടെ ഐഡന്റിറ്റി ഒരു പക്ഷെ നമുക്ക് തല്ലി കിടത്താൻ പറ്റിയെന്ന് വരില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വല ഇനി തബഅത, നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അഹ്വാഅഹും, അവരുടെ അഹ്വാനെ, അതായത് അവരുടെ ഹവായുടെ പ്ലൂറലാണ് അഹ്വ, അവരുടെ ഇച്ഛകളെ, നിങ്ങൾ അവരുടെ ഇച്ഛകളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല അഹ്വ ആണ് പറഞ്ഞത്. അവരുടെ മതത്തെന്നോ അവരുടെ വിശ്വാസത്തെന്നൊന്നുമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനാ ഫോളോ ചെയ്യുന്നത്? അവരുടെ ഇച്ഛകളെയാണ് അല്ലേ. അത് ഏത് വിശ്വാസക്കാരാണെങ്കിലും സുബ്ഹാനല്ലാഹ്, അത് ക്രിസ്ത്യാനിയാണെങ്കിലും ജൂതനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ഫോളോ ചെയ്യുന്ന അവരുടെ ഇച്ഛകളെ. കാരണം അവർക്കൊന്നും ഇറക്കി കൊടുത്തിട്ടുള്ള മതം ഇതല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ, അവർക്കൊന്നും ഇറക്കി കൊടുത്തിട്ടുള്ള വിശ്വാസം ഇതല്ല. അവർക്ക് തോന്നുന്നതാ ചെയ്യുന്നത്. അവരുടെ ഹവായാണ് പിന്തുടരുന്നത്, ഇച്ഛകളെയാണ് പിന്തുടരുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാ, അവർക്ക് ഇഷ്ടമില്ലാത്തത് അവർ ചെയ്യാതിരിക്കുക. അല്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതല്ല അവർ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അപ്പൊ വല ഇനി തബഅത അഹ്വാഅഹും, നിങ്ങള് നിങ്ങളുടെ ഇച്ഛകളെയാണ് പിന്തുടരുന്നതെങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, നിങ്ങളിലേക്ക് ഇൽമ് എത്തിയതിന് ശേഷം, ഇൽമിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിയതിന് ശേഷം. ഏത് ഇൽമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? വഹ്യ് അല്ലെ, ഖുർആന്റെ ഇൽമിനെ കുറിച്ച്. അത് എത്തിയതിന് ശേഷം, നിങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ അറിവ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ് അല്ലേ. അപ്പം ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, ഖുർആനിന്റെ അറിവിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം, വല ഇനി തബഅത അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറയണേ മാലക, നിങ്ങൾക്കുണ്ടാവില്ല മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മിൻ വലിയൻ, ഒരു വലിയും, വലാ നസീർ, ഒരു സഹായം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് നന്മ കൊണ്ട് തരുന്ന ഒരാളല്ലേ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ വെൽവിഷർ, നമുക്ക് നന്മ കൊണ്ട് എത്തിച്ചു തരുന്ന ഒരാള്. വലിയ നസ്വീർ, നമുക്ക് നമ്മളിൽ നിന്ന് അപകടങ്ങൾ തട്ടിമാറ്റുന്ന, നമ്മളെ സഹായിക്കുന്ന ആള്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ഒരു വലിയും ഒരു നസീറും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ കൂടെ ചെന്ന് ഫിറ്റ് ആവാൻ നോക്കുന്നത്? അല്ലെ, അള്ളാഹിൽ നിന്നുള്ള സഹായം അള്ളാഹ് എടുത്തു കളയാണെങ്കിൽ പിന്നെ നമുക്ക് ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആഖിറത്തിന്റെ കാര്യം പറയുകയും വേണ്ട അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ദീനിനെ കളയുകയാണെങ്കിൽ, അവരുടെ ഇച്ഛകളെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്കായി പോവും.
അവരുണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അള്ളാന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളോട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് അല്ലേ. വലൻ തർദോ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതിഹിം അല്ലേ. അവരൊരിക്കലും ഹാപ്പി ആവൂല നമ്മൾ അവരുടെ മാർഗം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അവർക്ക് എപ്പോഴും നമ്മളോട് പ്രശ്നമായിരിക്കും അല്ലേ. നമ്മളിത് ശരിക്കും എനിക്കൊന്ന് കൂടുതൽ ഫേസ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലാണ്. സുബ്ഹാനല്ലാഹ്. അവരെ നമ്മൾ ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ അവർക്ക് നമ്മളോട് പ്രശ്നം. നോൺ മുസ്ലിം സമൂഹത്തിൽ കുറച്ചും കൂടെ ഈസിയാണ് കോ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരധികവും നമ്മളെ റെസ്പെക്ട് ചെയ്യും. ഇത് അവരുടെ രീതി അങ്ങനെയാണ് എന്ന് വിചാരിച്ച് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ഒരു അവസ്ഥ പറയാണ്. കാരണം അതിന് കാരണം ഒന്നെങ്കിൽ അവരുടെ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ അവരുടെ ദീൻ എന്താണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ആയാലും അവർക്ക് വിഷയമല്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു അതിന്റെ മുകളിൽ കമന്ന് കിടക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് അവരുടെ സിസ്റ്റം ആണെന്ന് വെച്ചാൽ അവർ ബഹുമാനിക്കും. പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹ് ഈ വലൻ തർദോ അൻക ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ അതായത് അഹ്ലുസുന്ന വൽ ജമാഅ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അതുപോലെ ഫോളോ ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറില്ലാത്ത ആളുകൾക്ക്, അവരുടെ ഹവാകളെ പിന്തുടരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവര് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവര് എന്താണ് അവരെന്തെങ്കിലും ആഘോഷിക്കുകയാണെങ്കിൽ അതിനകത്ത് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് അവരുടെ മില്ല. അവരുടെ മില്ലത്ത് അതാണ്. എക്സാമ്പിൾസ് ഒന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് നമ്മളോട് പിന്നെ വെറുപ്പാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇഷ്ടം പോലെ കാണുന്ന കാര്യമാണ്, അനുഭവിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഹുദ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ആണ് അല്ലെ. അത് നിങ്ങൾ കൈവിടരുത്. അപ്പം ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ രീതികൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും പറഞ്ഞു അല്ലെ. ഒന്നുമില്ലാത്ത അതിൽ ചെന്ന് പെടും. അവന് ആരും ഉണ്ടാവില്ല സപ്പോർട്ടിന്. അപ്പം നമ്മൾ സ്കൂളുകളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ ഇനി നെയ്ബേഴ്സിന്റെ ഇടയിലോ ഫാമിലിന്റെ ഇടയിലോ എവിടെയാണെങ്കിലും ആളുകളുടെ ഇടയിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ദീനിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദീനിനെ കുറിച്ച് നമുക്ക് പുറത്ത് പറയാൻ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ ഒരു അഭിമാനമില്ലാത്ത രീതിയിൽ അതിനെ മൂടി വെച്ച് അവരെ കൂടെ നൈസായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇനിയിപ്പം ഓണത്തിന്റെ സീസൺ വരാണ് അല്ലെ. വീണ്ടും ആ സംസാരങ്ങളൊക്കെ തുടങ്ങും. എല്ലാ കൊല്ലവും ഉള്ളതാണ്, എന്നാലും വീണ്ടും തുടങ്ങും. ഓണം, വിഷു, ക്രിസ്മസ് എല്ലാം അവരെ കൂടെ അല്ലെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. സുബ്ഹാനല്ലാഹ്. അവരായിട്ട് സിങ്കിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഘോഷിക്കലാണ്. അവരുടെ ഓരോ ആഘോഷങ്ങളും അവരുടെ എന്താണ് സമർപ്പണമാണ്, അവരുടെ ഡിവോഷനാണ്, അവരുടെ ഏതെങ്കിലും ഒരു ദൈവത്തിനുള്ള അല്ലെ. മുശ്രിക്കുകൾക്ക് പല ദൈവങ്ങളാണ്, അവരുടെ ഏതെങ്കിലും ഒരു ദൈവത്തിനുള്ള സമർപ്പണങ്ങളാണ്. അത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ ഇബാദത്താണ്, അവരുടെ മില്ലത്താണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരുടെ മില്ലത്ത് ഫോളോ ചെയ്ത് അവരെ ഹാപ്പി ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അവര് പകരം നമ്മളുടെ ഇബാദത്ത് ചെയ്യാൻ വരാറുണ്ടോ? നമ്മളുടെ നിസ്കാരങ്ങളിലേക്ക് നമ്മൾ അവരെ ക്ഷണിക്കാറ് പോലും ഉണ്ടോ? നമ്മളുടെ ഖുർആൻ മനസ്സിലാക്കാൻ. ഇനി അഥവാ നമ്മൾ അതിനെ ക്ഷണിച്ചാൽ അതിൽ എത്ര പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്യും? അതിനെത്ര പേര് പോസിറ്റീവായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യും? നമ്മൾ അവരുടെ ഓണത്തിലും വിഷുവിലും ചേർന്ന് അവരുടെ ദൈവങ്ങൾക്കുള്ള ഡിവോഷൻ അല്ലെങ്കിൽ സമർപ്പണത്തിന് നമ്മൾ കൂട്ടു നിൽക്കുമ്പോൾ, അവരുടെ മില്ലത്തിന് കൂട്ടു നിൽക്കുമ്പോൾ, നമ്മൾ തിരിച്ച് നമ്മളുടെ ഖുർആനിലേക്ക് നമ്മളൊന്ന് ക്ഷണിച്ച എത്ര പേര് അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും? നമ്മൾ ക്ഷണിക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം അല്ലെ. അപ്പൊ നമ്മൾ സത്യം പറയണ ആരുടെ കൂടെയാ? അവരുടെ കൂടെയല്ല, നമ്മളെ കൂടെയല്ല അല്ലെ. കാരണം അവര് നമ്മളെ കൂടെ നിൽക്കുന്നില്ലല്ലോ ആവശ്യം വരുമ്പോ. നമ്മളുടെ ഉള്ളിലുള്ള കാര്യത്തിനെ കുറിച്ച് അഭിമാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവര് നമ്മളെ കൂടെ നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ അവിടെയല്ല ഇവിടെയല്ലാത്ത പോലെ ആയിത്തീരാണ്, എവിടെയും ഫിറ്റ് ആവാത്ത പോലെ ആയിത്തീരാണ്. നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിങ്ങൾ ഇപ്പം കൂട്ടിന് വേണ്ടി അവരെ കൂടെ നിന്നോ, പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നിന്ന് ഒരു വലിയും ഉണ്ടാവില്ല, ഒരു നസീറും ഉണ്ടാവില്ല. അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു ശിക്ഷയെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആൾക്കാരെ കൂടെ കൂടുമ്പോൾ അവരെ പോലെ സംസാരിക്കുക, അവരെ പോലെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി ശരിക്കും നമ്മളെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളുടെ ഉള്ളിലുള്ള ദീനിനെ നമുക്ക് അഭിമാനത്തോടു കൂടി പുറത്ത് കാണിക്കാനുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അവിടെ നമ്മൾ ഇൻസൾട്ടഡ് ആവാണ്. നമ്മളെ ദീനിനെ നമ്മൾ അഭിമാനത്തോടു കൂടി ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അഭിമാനത്തോടു കൂടി വരും. ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം ഫിറ്റ് ആവാൻ വേണ്ടി, സമൂഹത്തിൽ ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ദീനിനെ കുരുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഹത്തിലും പരത്തിലും സക്സസ്ഫുൾ ആവില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയും നസീറും നമുക്ക് കിട്ടൂല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അത്തരത്തിൽ ഓരോ സമൂഹത്തിൽ ഓരോ സാഹചര്യത്തിൽ മാറി മാറി ഫേസ് കാണിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.